guys, welcome back to my YouTube channel Ammu's Vlogs. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വിഷു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വിഷു ആണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ തറവാട്ടിലുള്ള ഒരു വിഷുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എണീറ്റപ്പം ഇനിയിപ്പോൾ പോയി പല്ലൊന്നും തേച്ചിട്ടില്ല. ഇനി നമുക്ക് വേണ്ടി പല്ലൊക്കെ തേച്ച് കുളിച്ച് നല്ല സുന്ദരി കുട്ടികളാണ്. ഓക്കെ, പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി പോയി ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, അവൾ ചന്ദനം തൊട്ട് കഴിഞ്ഞപ്പോഴാണ് അല്ല തൊട്ടത് ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കഴുത്തിൽ വേണ്ടേ? മിനിറ്റ്. ഓക്കെ, ഇത് മതി. കഴുത്തിൽ എടി വന്നേ ഇങ്ങ് വാ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ തലയിൽ ഇതൊക്കെ ഇട്ട് വെച്ച് എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനൊരു പൊട്ടെടുത്ത് ഓടണം. എന്നിട്ട് കുറച്ച് പൗഡർ ഇട്ട് കണ്ണൊന്ന് എഴുതി കഴിഞ്ഞാൽ മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും അത് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് കണ്ടില്ല, ഞാൻ പൗഡർ ഇട്ടു, കണ്ണെഴുതി, പിന്നെ പൊട്ടിട്ടു, ചന്ദനം അവിടെ ഇട്ടെന്നാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറേ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ നമുക്ക് മുടി അയച്ചിട്ട് മുടി ജടയൊക്കെ കഴിഞ്ഞ് അയച്ചിട്ട് നന്നായിട്ട് ആക്കിയിടാം ഉണങ്ങി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ ചായ കുടിക്കാൻ പോയിട്ട് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു ചായക്കടി. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ചായ കുടിക്കാൻ. ചായ കുടിക്കേണ്ട ഒരു കുഞ്ഞ് ക്ലിപ്പ് എടുത്താണിത്. ചായക്ക് കുടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ വേറെ പരിപാടി ഇല്ല. നമ്മൾ ചാമ്പയ്ക്ക് ഇറക്കാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട്. വാടി. അപ്പം എന്തായാലും നമുക്ക് അവൾ വന്നിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് താഴത്ത് മുത്തം പറഞ്ഞ വീണ് കുറേ കിടപ്പുണ്ടെന്ന് കണ്ടില്ലേ. ഇതാണ് താഴത്ത് വീണ കിടപ്പുണ്ടെന്ന് പറഞ്ഞത്. കണ്ടില്ലേ ഗൈസ്, കിടക്കണ കണ്ടില്ലേ? ഇടയിലൊക്കെ നിറച്ചുണ്ട്, കണ്ടോ? ഇതാണ് കിടക്കണ അവസ്ഥ. ഇവിടെ കുറേ ഉണ്ട് ചാമ്പയ്ക്കുകൾ. അങ്ങനെ അടിച്ചോണ്ടിരിക്കാൻ ഞാൻ ഇവിടെ ചാമ്പയെ തിന്നോണ്ടിരിക്കുകയാണ്. പറ്റും മേളൊക്കെ നിറച്ചുണ്ട്, ആ ഭാഗത്തൊക്കെ നിറച്ചുണ്ട്. ഒക്കെ നമുക്ക് പറിക്കണം. ഇത് അവിടെ ഒരു വലുത് എളുപ്പുണ്ട്, ജംട്ട് പറിക്കാൻ പറ്റുമോ നോക്കാം. നമ്മള് മോളിൽ പോവാണ്. മോളിൽ കുറേ ഉണ്ട്. അപ്പം മോളിൽ നിന്ന് പറിക്കാൻ പറ്റും. പോകാം. പ്രാവശ്യം ഞങ്ങൾ മുകളിലെത്തി പറിക്കാം. ഓ ചെടി പറിക്കടി. അടുത്തെടുത്തെടുത്തു. ഇത് കുഞ്ഞിത വേറെ ഇടയിലില്ല. തന്നെ കണ്ടു. ഇവിടെ മേളിൽ കുറേ ചാമ്പയ്ക്ക് വലുത് കിടപ്പുണ്ട്. മേളിലാണ് കൂടുതലും വലുത് കിടക്കുന്നത്. അപ്പോൾ അവിടെ തോട്ടി എടുക്കാൻ പോയിട്ടുണ്ട്. വെള്ളം തോട്ടി കൊണ്ട് വരുമ്പോൾ നമുക്ക് പറ്റി തിന്നാം. കുറേ ചാമ്പയ്ക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നിന്നിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെയൊക്കെ നിറച്ചുണ്ട്. താഴെ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനും ചേച്ചിയും കൂടി ഇതേ ചാമ്പയ്ക്ക് പറിക്കാണ്. അവൾക്ക് പൊക്കമുള്ളതുകൊണ്ട് തന്നെ ലാഡർ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുറേയൊക്കെ പറിക്കാൻ പറ്റും. പിന്നെ മുത്തതിന് തോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ചാണ് ഞങ്ങൾ പറിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കിറ്റ് നിറച്ചും ഒരു കിറ്റ് പകുതിയായിട്ട് ഞങ്ങൾക്ക് ചാമ്പയ്ക്ക് കിട്ടിയായിരുന്നു. ഇതേ കണ്ടില്ലേ, ഞാൻ ചാമ്പയ്ക്ക് കിറ്റും പിടിച്ചുകൊണ്ട് വന്നത് കണ്ടി. ഇത്രയും കിട്ടി. ആ വെള്ള കിറ്റിൽ പകുതിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത്രയും കിട്ടിയായിരുന്നു ഞങ്ങൾ ചാമ്പയ്ക്ക. അപ്പോൾ അതൊക്കെ പറിച്ച് പിന്നെ ഇത് ഞങ്ങളുടെ ഞെക്കിക്കുട്ടിയാണ് ഗൈസ്, ഞെക്കിക്കുട്ടി. പക്ഷേ വിളിച്ച പേരൊന്നും വിളിയൊന്നും കേൾക്കില്ല. നിങ്ങൾ അങ്ങനെയൊക്കെയാണ്. നിക്കിന്നൊരു പേര് മാത്രമുണ്ട്, പക്ഷേ നിക്കിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വിളിയൊന്നും കേൾക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതുവഴി ആദ്യം തുറന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ഉപ്പുണ്ടായിരുന്നു, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ കുറേ നേരം ഞാനും ചേച്ചിയും കൂടി ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ
പിന്നെ വച്ചു. അപ്പോൾ കുറച്ച് കറികളൊക്കെ റെഡിയാന്ന് തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും സദ്യയൊക്കെ വിളമ്പാൻ നേരത്തും കറികളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ കസിൻസൊക്കെ വരുമ്പോൾ ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. ചിറ്റേനെയും ചിറ്റപ്പനെയും കസിൻസിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫോണും കണ്ടൊക്കെ മതിയായിട്ട് ഞാൻ ഫോറെടുത്ത് ഞാനിവിടെ വെറുതെ വന്നിരിക്കുകയാണെങ്കിൽ കൊടുത്തോണ്ട്. അപ്പോൾ എന്തായാലും ഇതെന്താണ് ഇത്? അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളു പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ് പരിപാടി. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമുക്ക് ബെഡൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കാം. ഗായ്സ് അങ്ങനെ അതെ ഞാൻ ചേച്ചിയും കൂടിയൊക്കെ ബെഡൊക്കെ വിരിച്ചിട്ടു. വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ ബെഡൊക്കെ വിരിച്ചിട്ടു. അവൾ തലേനെ ബെഡ്ഷീറ്റും പുതപ്പം എല്ലാം കൂടി എൻ്റെ തലയിൽ കൊണ്ടുവന്നൊക്കെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് ബെഡൊക്കെ അതേ വിരിച്ചൊക്കെ ഇട്ട് ഉള്ളവൻ്റെ പുതപ്പെല്ലാം മടക്കി വെച്ച് അച്ഛനും ചേച്ചിയും കൂടി മേളിലാണ് കിടക്കുന്നത്. ഞാൻ അമ്മയും താഴത്ത് പായ വിരിച്ചിട്ടാണ്. അതാണ് ആ പായൊക്കെ മടക്കി വെച്ചത്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റും ഒക്കെ മടക്കിയൊക്കെ വെച്ച് ഞാനും ചേച്ചിയും കൂടി ബെഡ്ഷീറ്റൊക്കെ മടക്കി ഇങ്ങനെ ബെഡ് നല്ല ക്ലീനാക്കി ഇട്ടു. അപ്പം നമ്മൾ എന്താണ് ബെഡ് വിരിച്ച് കഴിഞ്ഞ് നമ്മുടെ ബെഡ് എൻ്റെ കേസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബെഡ് കണ്ടില്ലേ, ബെഡ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിക്കാനാണ് ഗൈസ് പോകുന്നത്. ഇവിടെയൊക്കെ ഒന്ന് അടിച്ചിടാനാണ് പോകുന്നത്. മൈലേജ് കുറേയൊക്കെ പോയിട്ട് കണ്ടില്ലേ, കുറേയൊക്കെ പോയി മൈലാഞ്ചി. പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പമില്ല, താഴത്തെ കുഴപ്പമില്ല. ഈ വിരലിലേക്ക് ആ തൊപ്പിട്ടാണ് പോയത്. ഇങ്ങനെ പൊളിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കറികളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് എന്തൊക്കെ കറികളാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ഞാൻ നമുക്ക് അടിക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞ് അവൾ വീട് മൊത്തമൊക്കെ അടിച്ചിടാണ്ട് ഞങ്ങൾ എന്താണ് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഉള്ള ടൈം ലാപ്സിലാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ എടുത്തത്. എനിക്ക് ഭയങ്കര സ്പീഡ് ഇടാതിരുത്തിന് ഭയങ്കര ലോങ് ആയി പോകുന്ന ഓർത്തിട്ടാണ് സ്പീഡ് ഇട്ടെടുത്ത്. അവൾ റൂമും കടിച്ചിട്ടും പായൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെച്ച് ഈ പുതപ്പുന്ന് ഇതൊക്കെ മാറ്റി 2 റൂമൊക്കെ അടിച്ചിട്ടും. അപ്പോൾ ഇവളെ അടിക്കാനായിട്ട് ഇവളാണ് ബെസ്റ്റ്. മറ്റേ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ഇവളാണ് അടിക്കാറ് എപ്പോഴും. ഇപ്പോൾ തറവാട്ടിലാണെങ്കിലും ഇവളെ അടിക്കാൻ നല്ല ക്ലീനായിട്ട് അടിച്ചോളും. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അടിക്കേണ്ട ജോലി ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാളൊക്കെ അടിച്ച് ഹാളിൽ നിന്നൊക്കെ എല്ലാം അടിച്ചുകൊണ്ട് പോവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സദ്യക്ക് വേണ്ടി ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ. അമ്മ എന്നിട്ട് ഈ ബീറ്റ്റൂട്ടൊക്കെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുഞ്ഞുഞ്ഞാന്ന് അത്യാവശ്യം വലുതാക്കി അരിഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഈ കിടന്ന് അരി. അപ്പോൾ അവൾ പറഞ്ഞാൽ അവിടെ നിന്ന് അരി, അപ്പോൾ വീഡിയോയിൽ അതും കിട്ടും, പിന്നെ അടിക്കണം കിട്ടുമല്ലോ, അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് എടുപ്പിച്ചാണ്. ഞാൻ അവിടെ നിന്നാണ്. പിന്നെ അരിഞ്ഞ് കഴിഞ്ഞ് നേരെ പോയി. പിന്നെ അവൾ ടെറസിന്ന് സിറ്റൗട്ടൊക്കെ അങ്ങനെ അടിച്ച് ചെരുപ്പൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ അടിച്ച് ചെരുപ്പൊക്കെ തിരിച്ചിട്ട്. എനിക്ക് അടിക്കാൻ ജോലി വലിയ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ബോറ് പരിപാടി എനിക്ക് വലിയ ഇഷ്ടമല്ല. അടിക്കാൻ എപ്പോഴും ഇവളാണ്. അപ്പം അങ്ങനെ അവൾ എന്താണ് ഇതൊക്കെ ചവിട്ടിയൊക്കെ കൊട്ടി, പിന്നെ അവിടുത്തെ ചെരുപ്പൊക്കെ ചവിട്ടിയൊക്കെ കൊട്ടി അവിടുത്തെ പൊടിയൊക്കെ കളഞ്ഞ് ചെരുപ്പൊക്കെ തിരിച്ചെടുത്ത് വെച്ച് ചവിട്ടിയൊക്കെ വിരിച്ച് അങ്ങനെ അവൾ ക്ലീനായിട്ട് നന്നായിട്ട് അടിച്ചങ്ങോട്ട് ക്ലീനാക്കി ഇട്ടു. നമ്മൾ വാഴയില പറിക്കാൻ പോവാണ്. ഞങ്ങൾ വാഴയില വെട്ടാൻ പോവാണ്. എന്തേലും ആവട്ടെ. അപ്പം അവള് ഇവിടേക്ക് അടിച്ചിട്ട് വീട് മൊത്തം അടിച്ചിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. വലിച്ചു നമുക്ക് പോവാം. ഓക്കെ, അച്ഛനാണ് വാഴ വെട്ടുന്നത്. ഞങ്ങൾ ഇതിലേ വരും. അപ്പോൾ ഞാനും അച്ഛനും ലച്ചും കൂടി വാഴയില വെട്ടാൻ പോയിട്ടോ. അപ്പം എന്താണ് ഞങ്ങൾ ആവശ്യത്തിനുള്ള വാഴയിലൊക്കെ വെട്ടിയെടുത്തു. ഇല കിട്ടേണ്ടായിരുന്നു. തപ്പി പിടിച്ചൊക്കെ കുഞ്ഞി ഇലയൊക്കെ എടുത്ത് അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ എന്നെ പറിച്ചു. ഗൈസ് ഞങ്ങൾ കുറച്ചധികം വാഴയില വെട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. അപ്പോൾ ഇല പറിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇലയൊക്കെ പറിച്ച് നമ്മൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അടുക്കളയിലേക്ക് ഒന്ന് പോയി സഹായിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പായസത്തിനുള്ള പാലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് കിച്ചടിക്കുള്ള ബീറ്റ്റൂട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചിക്കറി റെഡിയായി, ക്യാബേജ് വരെ റെഡിയായി, അവിയൽ റെഡിയായി, സാമ്പാറും റെഡിയായി, ബീറ്റ്റൂട്ട് കിച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. പാലടയൊക്കെ ഇട്ട് അങ്ങനെ ഇനി പായസം ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ പോയി അവരെയൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സഹായിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്താ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കൈയൊക്കെ ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തിട്ടേ കയ്യിലൊക്കെ നിറച്ച് കളവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു, വെറുതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്രേ ഉള്ളൂ. എന്താണ് അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ കാണിച്ചത് ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. നമ്മളെന്താ സാമ്പാർ റെഡിയായി, ക്യാബേജ് റെഡിയായി, അവിയൽ റെഡിയായി, സാമ്പാർ റെഡിയായി, പിന്നെ ഇഞ്ചിക്കറി റെഡിയായി, പിന്നെ ബീറ്റ്റൂട്ട് കിച്ചടി അതും റെഡിയായി. ഇനിയിപ്പോൾ ഇത്ര ഉള്ളൂന്ന് തോന്നുന്നുണ്ട് കറികൾ. നമുക്ക് എന്തെങ്കിലും ബാക്കി നോക്കാം. പിന്നെ പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ പരിപ്പായസത്തിനുള്ള പരിപ്പ് അവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പിന്നെ എന്താണ് നമ്മുടെ പാലട പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി കറികളെല്ലാം റെഡി ആയി കഴിഞ്ഞ് കാണാം. അതൊരു വൃത്തിയാണ്. അപ്പോൾ അങ്ങനെ ഞാനാണ് വിളക്ക് കത്തിച്ചത്. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ ഇങ്ങനെ തിരുമ്മയൊക്കെ വച്ച് അങ്ങനെ ഇത് ലെറ്റാണ് വീഡിയോ എടുത്തത്. ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ കുറേ നേരം തീപ്പട്ടി പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ വിളക്ക് കത്തിക്കാൻ എനിക്ക് ഇപ്പം കത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നും ഞാൻ അത് കഴിയുമ്പോൾ കത്തിച്ചോളം പറഞ്ഞു. ഞാൻ വിളക്ക് കത്തിച്ച് ഒരെണ്ണം കത്തിച്ച് അപ്പോൾ കത്തിക്കാറായപ്പോഴത്തേക്ക് തീരാറായി. പിന്നെ ഞാൻ കിടത്തി അങ്ങോട്ട് കളഞ്ഞു. പിന്നെ വേറെ തിരിയെടുത്ത് അങ്ങനെ അത് കത്തിച്ചു. അതിനുശേഷം നമ്മുടെ ഇത് ചന്ദനത്തിരി കത്തിക്കാൻ ഇപ്പം ഇങ്ങനെ പഴത്തേപ്പാട് ഇങ്ങനെ എടുത്ത് അങ്ങനെ കത്തിച്ച് അങ്ങനെ വെച്ചു. പിന്നെ അച്ഛനും മുത്തച്ഛനും അമ്മയൊക്കെ അവിടെ ഇതൊക്കെ വിളമ്പണ തിരക്കിലാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ ഓരോന്നും ഇങ്ങനെ ഇട്ട് പിന്നെ ഞങ്ങൾ ഓരോന്ന് വിളമ്പാണ്. അച്ചാർ വിളമ്പി, ബീറ്റ്റൂട്ട് കിച്ചടി വിളമ്പി, പിന്നെ ക്യാബേജ് തോരൻ വിളമ്പി, ഈ സൈഡിലായിട്ട് അവിയൽ വിളമ്പി. ഇത് ഞാനാണ് കേട്ടോ വിളമ്പി. ഇത് വിളമ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പപ്പടവും വെച്ച്, പിന്നെ ഇഞ്ചിക്കറിയും വെച്ച്, പഴവും വെച്ച്, അതിൻ്റെ പുറത്ത് പപ്പടം വെച്ചിട്ടുണ്ട്. ചോറ് വിളമ്പി, ചോറൊക്കെ വിളമ്പിയിട്ട് അതിൻ്റെ പുറമെ കൂടെ ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇത്രയും കറികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉള്ള കറികൾ വെച്ച് ഇങ്ങനെ തട്ടിക്കൂട്ടി സദ്യ വയ്ക്കാണ്. അപ്പോൾ ഇത് അങ്ങനെ എല്ലാത്തിലും നമ്മൾ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. സദ്യ കുറേ നാളായി സദ്യ വയ്ക്കാൻ കൊതി വരുമായിരുന്നു. അങ്ങനെ വിളമ്പി കഴിഞ്ഞു. നമ്മൾ ചോറെല്ലാം വിളമ്പി വച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തെല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറിക്കേണ്ടതാണ്. കഴിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സദ്യയാണ്. കുറേ നാൾക്ക് ശേഷം കഴിക്കണോണ്ടാണെന്ന് അറിഞ്ഞു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ നാളായല്ലോ ഇങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ കൊതി വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ചു, അടിപൊളിയായിരുന്നു. സദ്യ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പപ്പടവും വെച്ച് അതിൻ്റെ പുറമെ പാലട പായസം ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ച് എനിക്ക് ഇങ്ങനെ കഴിക്കണേ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ സദ്യക്കൊക്കെ ഇങ്ങനെ കഴിക്കൂട്ടെ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു ഇപ്പോൾ പൊട്ടുന്നുള്ള അവസ്ഥയിലാണ്. ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം. അപ്പം എന്തായാലും കുറച്ച് നേരം കിടന്നിട്ട് കാണാം. എൻ്റെ ഉറക്കൊക്കെ ഉറങ്ങിയില്ല, കിടന്നുള്ളൂ. എൻ്റെ കിടപ്പൊക്കെ എണീറ്റ് കുറേ നേരം അമ്മയെ പോലെ ചാടില്ലാത്തതുകൊണ്ട് ഇത്ര നേരം കുത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഗൈസ്, പെട്ടെന്നൊരു മഴ. അപ്പോൾ എന്തായാലും അമ്മയെ ഫോൺ ചാർജ് ചെയ്തിട്ടേക്കാണ്. എന്തായാലും ചാർജൊക്കെ കയറി കഴിഞ്ഞിട്ട് കാണാം. ഞാൻ പിരികം ത്രെഡ് ചെയ്തു, അമ്മയെ ചെയ്തു തന്നു. എൻ്റെ ഓക്കെ ഗൈസ്, അങ്ങനെ പിരികൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. കസിൻസ് ഒന്നും ഇതായിട്ട് വന്നിട്ടില്ല ഗൈസ്. അവർ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഇനി കസിൻസൊക്കെ വന്നു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അതിന് മുമ്പ് വേറെ വല്ല പരിപാടിയൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ കസിൻസ് വന്നു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന അച്ചപ്പം ഉണ്ട്, പിന്നെ മിച്ചറുണ്ട്, പപ്പടോടെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കാം ഗൈസ്. ഓക്കെ,
നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. കേസ് അങ്ങനെ ചിറ്റപ്പനൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ നാലുപേരും കൂടി കളിക്കാനായിട്ടിരുന്നു. 10ാമത്തെ 100ാം കോലം 9 ചെറിയ കോലും മതി. അച്ഛനിലുണ്ടാവും സാധനങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഞങ്ങൾ നാലേയും കൂടി കളിച്ചോളി. കുറച്ച് മുമ്പാണ്ട് ഞങ്ങൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കണമായിരുന്നു. പിന്നെ കേശുവിനൊരു മിഠായി ഉണ്ടായിരുന്നു, ഒരു എന്തോ ഉപ്പും മുളകോ എന്നൊക്കെ പറഞ്ഞ മിഠായി. പിന്നെ അപ്പുറത്ത് വീട്ടിൽ പടക്കം പൊട്ടിച്ചായി കണ്ടത്. ഞങ്ങൾ പടക്കം പൊട്ടിച്ചായിരുന്നു, പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നാലേരും കൂടി ഇതായിരുന്നു കളിച്ചോണ്ട്. ഇവർ വരും ഞങ്ങളെപ്പോഴും 100ാം കോല്, സിത്താര, പിന്നെ എന്താ കല്ലയൻ പോലീസ്, ഇതൊക്കെയാണ് കളിക്കാറ്. അങ്ങനെ ഞങ്ങൾ അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നാലേരും കൂടി ഞങ്ങൾ കളിച്ച് അങ്ങനെ വെറുതെ ഞാൻ ഓരോ കോഴ്സ് കാണിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതേ കേശൂട്ടിനൊക്കെ കളിച്ചോണ്ട് സൈഡിൽ ഞങ്ങൾ മാർക്ക് ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ പോടി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഞാൻ വീഡിയോ കണ്ട് അപ്പം അവനെ അങ്ങനെ പറയും. അങ്ങനെ ഞങ്ങളിതേ നാലേരും കൂടിയൊക്കെ കളിച്ചു. ഞങ്ങൾ അങ്ങനെ ഇരുന്നു. കേശൂട്ടൻ പോയിട്ടോ, കുറച്ച് മുമ്പ് പോയി. പിന്നെ ഞാൻ ആ ഷൂട്ടനും ചേച്ചിയും കൂടി ഇവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾക്ക് വെറുതെ ഞങ്ങൾക്ക് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതേ ചോറ് വയ്ക്കാൻ പോണ്. ചോറ് വെച്ചിട്ടാണ് ഞാൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ചോറൊക്കെ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞുള്ളൂ ചോറ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയി കിടക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഡേയ്മേലെ ഫിത്രുള്ളൂ, വിഷു ഡേയ്മേലെ ഫിത്രുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.